ഒരുപാട് നാളായി നമ്മൾ യൂട്യൂബിൽ വീഡിയോ ഇട്ടല്ലേ. ഓണത്തിനിടയ്ക്ക് കുറച്ച് തിരക്കൊക്കെ ആയിരുന്നുകൊണ്ടാണ് വീഡിയോ ഒക്കെ ഇടാൻ ലേറ്റ് ആയത്. അപ്പൊ ഇനി നമ്മൾ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ ജീപ്പിലാണ് ചക്കയും മാങ്ങയും ഒക്കെ കയറ്റിക്കൊണ്ട് ഞങ്ങളിത് എങ്ങോട്ട് പോവാണെന്ന് ചോദിച്ചാൽ നേരെ വീട്ടിലോട്ട് പോവാണ്. അപ്പൊ ഏട്ടനുണ്ട്, ശ്യാമണനുണ്ട്, അപ്പുണ്ട്, പിന്നെ ഞാനും, പിന്നെ വണ്ടിയിലോട്ടെടുത്ത കുറച്ച് ചക്കയും തേങ്ങയൊക്കെ. തേങ്ങയില്ല കേട്ടോ. അപ്പൊ ഡയറക്റ്റ് നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോയത്. വീട്ടിൽ ചെന്നപ്പോ അമ്മയോടെ വെളിയിൽ നിപ്പുണ്ട്. അവരവിടെ നിന്ന് കാര്യം പറയട്ടെ, നമുക്ക് നേരെ പോയി അച്ഛനെ കാണാം. അച്ഛനകത്തിരുന്ന് TV ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ എന്താണ് നമ്മൾ വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, വീട്ടിൽ കുറച്ച് മരമൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നു. അതിന്റെ കുറെ തടിയും വിറകും ഒക്കെ അവിടെ ഇവിടെയും കിടപ്പുണ്ട്. അപ്പൊ അതെല്ലാം ഇന്ന് വാരിക്കെട്ടി നേരെ നമുക്ക് പൊരിക്കൽ പോകണം. അപ്പൊ അതിനാണ് ഞങ്ങൾ എല്ലാവരും കൂടെ വന്നേക്കുന്നത്. വീട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ വെട്ടാനും എടുക്കാനും പിടിക്കാനും ഒക്കെ നമ്മുടെ കൂടെ നിൽക്കുന്ന 3 പേരാണ് ഇവർ കേട്ടോ. ഏട്ടനും ശ്യാമണ്ണും അതുപോലെ തന്നെ അപ്പു. ഞാൻ അവിടെ നിൽപ്പുണ്ടെങ്കിലും അതിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഏട്ടൻ പറഞ്ഞ് സ്ഥലം വിട്ടോളാൻ. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോൾ നമുക്ക് കഴിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കപ്പയും ചിക്കനും ഒക്കെ സെറ്റാക്കാന്ന് കരുതി. അമ്മയകത്ത് ചിക്കന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ്. അപ്പൊ ഞാൻ നേരെ കപ്പയൊക്കെ കൈ പിടിച്ച് അവരോട് സംസാരിച്ച് ജോലി അങ്ങനെ ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് അത് റെഡിയാക്കുകയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ കുക്ക് ചെയ്യാറില്ല. ഇതേണക്ക് എന്തെങ്കിലും അരിഞ്ഞൊക്കെ കൊടുക്കും. അമ്മ ഉണ്ടാക്കുന്ന കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ അവരവരുടെ പരിപാടി എല്ലാം അടിപൊളിയായിട്ട് നടത്തുന്നുണ്ട്. നല്ലപോലെ ഇതെല്ലാം വാരി ജീപ്പിൽ സെറ്റാക്കുകയാണ് കേട്ടോ. അതിനിടയ്ക്കാണ് ഒരു കരിക്കിടാന്ന് കരുതി ശ്യാമണ്ണൻ തെങ്ങേ വലിഞ്ഞു കയറുന്ന കണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ശ്യാമണ്ണൻ തെങ്ങേ കയറുമെന്ന്. പക്ഷെ മേളിൽ കയറിയപ്പോൾ കരിക്കൊക്കെ കുറവായിരുന്നു. നല്ല ഉണക്കത്തേങ്ങ നിപ്പുണ്ടായിരുന്നു. അതെല്ലാം ഇങ്ങി പിച്ചിട്ടു. ശ്യാമണ്ണൻ പിന്നെ എന്താ പറഞ്ഞാലും നോ ഒന്നും ഇല്ല കേട്ടോ. എല്ലാ ജോലിയും അടിപൊളിയായിട്ട് ചെയ്യും. ആ തെങ്ങെന്ന് പറയുന്നത് നമ്മുടെ തോട്ടുവാരത്താണ് നിൽക്കുന്നത്. അങ്ങനെ കുറെ തേങ്ങയൊക്കെ തോട്ടിൽ പോയി. പിന്നെ അതൊക്കെ ഞങ്ങൾ വലയിട്ട് കോരി. കരിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് തെങ്ങ കയറിയെങ്കിലും കരിക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. മൊത്തം ഉണക്കത്തേങ്ങയായിരുന്നു. അങ്ങനെ ജീപ്പിൽ സാധനങ്ങൾ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് നമുക്കൊരു കാര്യം മനസ്സിലായത്. ഇത് ഒരു ജീപ്പിൽ ഒതുങ്ങുന്ന സാധനങ്ങളല്ല, ഒരുപാടുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ മൺട്രോത്തുരുത്തുനിന്ന് തന്നെ ദാണ്ട ഈ ഒരു വണ്ടി വിളിച്ച് ഇനി അതിനകത്ത് മൊത്തം സാധനം കുത്തി നിറയ്ക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ജീപ്പ് കയറ്റി കഴിഞ്ഞെന്താ ഇതേ കണക്ക് ഒരുപാട് കമ്പും ചുള്ളിയും വിറകും ഒക്കെ കിടപ്പുണ്ടായിരുന്നു. അവര് 3 പേരും കൂടാണ് ഇതെല്ലാം ചുമന്ന് കയറ്റിയെങ്കിലും ഞാൻ ഇടയ്ക്ക് ഒരു ചുള്ളിയും പറക്കൊണ്ട് ചെന്ന് കേട്ടോ. ഞാൻ നോക്കിയപ്പോൾ ശ്യാമണ്ണ എല്ലാം കൂടെ കെട്ട് കണക്കിന് വാരി കയറ്റുന്നു. ഞാൻ ഓരോ കമ്പ് പറക്കുമ്പോൾ ശ്യാമണ്ണ ഓരോ കെട്ട് വീതം പറക്കി വണ്ടിയിലോട്ട് വെക്കുകയായിരുന്നു കേട്ടോ. എത്രയും പെട്ടെന്ന് ഇതെല്ലാം വാരി വണ്ടി കയറ്റിയിട്ട് ആഹാരം കഴിക്കാൻ കരുതി ഇരുന്നപ്പോഴാണ് പൊരിക്കുന്ന ഞങ്ങൾക്കൊരു വിളി വന്നത്. ജീപ്പിനൊരു ഓട്ടം വന്നിട്ടുണ്ട്, പെട്ടെന്ന് വണ്ടിയായിട്ട് ചെല്ലണമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് ഇതെല്ലാം വാരി വണ്ടി കയറ്റി കഴിക്കാനുള്ള ചിക്കനും കപ്പയൊക്കെ പൊതിഞ്ഞെടുത്ത് അമ്മയ്ക്കും അച്ഛനും ഒരു ടാറ്റയൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ നേരെ പൊരിക്കലെത്തിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പൊ വണ്ടി കണ്ട മറ്റേ പറക്കുന്നിലക സിനിമയില് കാടിളകി വരുന്നത് പോലെ നമുക്ക് തോന്നും. പുറകെ ഇരിക്കുന്ന കുറച്ച് പച്ചക്കറിയൊക്കെ ഞാൻ കടയിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ കെട്ടാണ് കേട്ടോ. ഞാൻ എന്താ ഈ കയ്യിൽ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ അമ്മ ഉണ്ടാക്കിയ ചിക്കൻ കറിയാണ്. ഇനി ഇത് വീട്ടിൽ ചെന്ന് അകത്താക്കാതെ എനിക്കൊരു സമാധാനമില്ല. പക്ഷെ വീട്ടിൽ ചെന്ന് പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാൻ പറ്റിയില്ല. വണ്ടി ഇതെല്ലാം വാരി ഇറക്കണം. വാരി ഇറക്കുന്നത് എന്റെ പരിപാടി അല്ലെങ്കിലും എനിക്കത് വീഡിയോ എടുക്കണ്ടേ. അങ്ങനെ ജീപ്പിൽ നിന്ന് സാധനമൊക്കെ ഇറക്കി ജീപ്പ് നേരെ ഓട്ടത്തിന് പോയി. അത് കഴിഞ്ഞ് നമ്മുടെ പിക്കപ്പ് അല്ലേ ഇത്, എന്തായാലും അടുത്ത വണ്ടിയും നമ്മളുടെ വിറകും എല്ലാം എത്തിയിട്ടുണ്ട്. അതെല്ലാം കൂടെ വാരി ഇറക്കലാണ് എന്റെ അല്ല അവരുടെ ജോലി.
തറയിൽ നിന്ന് പറക്കിയിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ ശ്യാമണൻ വണ്ടിയുടെ മുകളിലേക്ക് അങ്ങ് ചാടിക്കേറി. എന്നിട്ട് ഓരോ കെട്ടായിട്ടെല്ലാം വാരി തറയിലോട്ടങ്ങ് ഇടാൻ തുടങ്ങി. ഏട്ടനാണ് ജീപ്പ് കൊണ്ട് ഓട്ടം പോയേക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വാരി ഇറക്കാനായിട്ട് ഐത്തേട്ടനില്ലാത്ത. അങ്ങനെ ശ്യാമണനും അപ്പവും കൂടെ എല്ലാം വണ്ടിയിൽ നിന്ന് വാരി ഇറക്കി വണ്ടി തൂത്ത് വൃത്തിയാക്കിയിട്ടാണ് പോയത്. സാധനമെല്ലാം ഇറക്കി കഴിഞ്ഞ് നമ്മുടെ വണ്ടി താണ്ട പോവാണ് കേട്ടോ. നമ്മുടെ മൺട്രോത്തുരുത്ത് തന്നെയുള്ള ചേട്ടന്മാരുടെ വണ്ടിയാണ്, അറിയാവുന്ന ആൾക്കാർ തന്നെയാണ്. ഇനി നമ്മുടെ പ്രധാന പരിപാടി നമ്മൾ കൊണ്ടുവച്ചേക്കുന്ന ആഹാരം എല്ലാം കഴിക്കണം. വീട്ടിൽ നമ്മ ചിക്കൻ കറിയും കപ്പയും പുളിശ്ശേരിയും അതൊക്കെ കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നെങ്കിലും മണിയമ്മ വീട്ടിൽ ചക്കയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂട്ടി ഞങ്ങൾ ഒരു പിടി പിടിച്ചു. എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും അമ്മയുടെ ഈ ഒരു കക്ക ഫ്രൈ എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. അങ്ങനെ ഏട്ടനും വന്ന് ചോറൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനി പണിയൊന്നും ഇല്ലല്ലോ എന്ന് കരുതി ഇരിക്കുമ്പോഴാണ് അടുത്ത പണി വരുന്നത്. ചെറുതായ ഒരു ഇടിയും കുടുക്കവും ഒരു മഴക്കോളും ഒക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം ഇന്ന് അകത്ത് കയറ്റില്ലെങ്കിൽ എല്ലാം മഴ നനയും. അങ്ങനെ വിറകെല്ലാം എങ്ങനെങ്കിലും നമ്മുടെ ആട്ടിൻകൂടിനകത്താക്കണം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് തോന്നുന്നു ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇങ്ങനെ പണിയെടുത്ത് വിയർക്കുന്നത്. അത് കണ്ട് എല്ലാവർക്കും ഞെട്ടലായിരുന്നു. കാരണം ഞാൻ കട്ടിപ്പണിയൊന്നും ചെയ്യാറില്ല, അല്ലെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യിക്കാറില്ല എന്നതാണ് സത്യം. ഞാനങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കണ്ട് ഞങ്ങളുടെ മണിയമ്മ കളത്തിലിറങ്ങിയിട്ടുണ്ട്. ഇനി അമ്മയും ഏട്ടനും അനിയനും പിന്നെ ഞാനും കൂടെ ചേർന്ന് ഈ കാണുന്നതെല്ലാം കൂടെ നമ്മുടെ ആട്ടിൻകൂടിനകത്ത് കയറ്റണം. ഇതാണ് ഞങ്ങളുടെ ആട്ടിൻകൂട്. ഇതിനകത്താണ് ഞങ്ങൾ ആടും താമസിക്കുന്നത്. ഞാനല്ല, ഞങ്ങളുടെ ആടും താമസിക്കുന്നത്. ഞങ്ങളുടെ വിറകെല്ലാം വെച്ചേക്കുന്നത്. ഇനി ഇതിന്റെ പുറത്തായിട്ട് ബാക്കിയെല്ലാം നമുക്ക് കയറ്റണം. ഇച്ചിരി കട്ട കൂടിയ വിറകും തടിയും പോലത്തെ സാധനങ്ങളെല്ലാം ഏട്ടൻ നമ്മുടെ സൈഡിൽ അടുക്കുകയാണ് കേട്ടോ. അത് പറക്കൊണ്ട് വെക്കണ്ട, പിന്നെ വെട്ടാനൊക്കെ ഉള്ളതായതുകൊണ്ട് എല്ലാം സൈഡിലൊക്കെ അടുക്കി വെച്ചു. അങ്ങനെ അനിയനൂടെ വന്ന് ജോലി അങ്ങ് ഉഷാറായി പെട്ടെന്ന് കഴിഞ്ഞു കേട്ടോ. എല്ലാരും പണിയെടുക്കുമ്പോൾ ഞാൻ മാത്രം പണിയെടുക്കാതിരുന്ന അത് മോശമല്ലേ? അപ്പൊ ഞാൻ വിറകെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചു കൊടുക്കും, അവരത് വാരിക്കൊണ്ട് വെക്കും. ഇത് തന്നെ ആയിരുന്നു അവിടെ നടക്കുന്ന പരിപാടി. അങ്ങനെതാ ആ വിറകെല്ലാം നമ്മൾ അകത്ത് കയറ്റി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാം കുഴഞ്ഞു ഗെയ്സ്. അപ്പൊ ഇത്രയുള്ള നമ്മുടെ വീഡിയോ. അപ്പൊ ഓണത്തിന് മുന്നുള്ള കുറെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യണേ നമ്മുടെ ചാനൽ. ബൈ ബൈ.